ഹലോ നമസ്കാരം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ സേവനങ്ങൾ സ്വീകരിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. ചെയ്യാതിരിക്കാൻ ഇത് വിട്ടുമാറി നിൽക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്മീഷൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ അറിഞ്ഞും അറിയാതെയും കമ്മീഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ കമ്മീഷൻ കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ആളുകൾ എന്ന് പറഞ്ഞാൽ അത് അവർ ജോലിയാണ്. അവർ നമുക്ക് ചെയ്തു തരുന്ന സേവനത്തിന് അവരൊരു കമ്മീഷൻ. ഈ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും പല മേഖലയിലും പല പേരുകളായിരിക്കും നമ്മൾ കേട്ടിരിക്കുക. ഒന്ന് കമ്മീഷൻ എന്ന് നമ്മൾ കേൾക്കും, ബ്രോക്കറേജ് എന്ന് നമ്മൾ കേൾക്കും, സർവീസ് ചാർജ് എന്ന് നമ്മൾ കേൾക്കും, ഫീ എന്ന് നമ്മൾ കേൾക്കും, റെമ്യൂണറൈസേഷൻ എന്ന് നമ്മൾ കേൾക്കും, ഇൻസെൻറ്റീവ് എന്ന് നമ്മൾ കേൾക്കും. ഇങ്ങനെ എക്സെട്ര എക്സെട്ര ആയിട്ട് പല വിധത്തിൽ നമ്മൾ ഈ കമ്മീഷനെ നമ്മൾ ദിവസവും ഇടപെടുന്നുണ്ട്. കമ്മീഷൻ എന്നുള്ള ആ ഒരു ഫംഗ്ഷനുമായിട്ട് നമ്മൾ ഇടപെടുന്നുണ്ട്. എങ്ങനെയാണ് ഈ കമ്മീഷൻ വരുന്നത്? ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കമ്മീഷൻ, ബാങ്കിൽ കമ്മീഷൻ ഉണ്ട്, നമ്മുടെ ഒരു ഭൂമി വാങ്ങുകയാണെങ്കിൽ അവിടെ കമ്മീഷൻ ഉണ്ട്, ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ കമ്മീഷൻ ഉണ്ട്, എല്ലാത്തിനും കമ്മീഷൻ. കമ്മീഷൻ്റെ ലോകം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ മുഖ്യമായിട്ട് സംസാരിക്കുന്ന വിഷയം. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, എത്രത്തോളം ലാഭകരമായി ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കമ്മീഷനുകൾ നമ്മളെ പോക്കറ്റുകൾ കാലിയാക്കുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇതെല്ലാം ഒളിഞ്ഞിരിക്കും, ഹൈഡായിട്ടായിരിക്കും ഇരിക്കുക. ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പോകുമ്പോഴും അന്വേഷിക്കുമ്പോഴും ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും എല്ലാം ഈ കമ്മീഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഫീ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സർവീസ് ചാർജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈഡാക്കി വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ഇതിനെക്കുറിച്ച് ആരും വാചാലരാകുന്നില്ല, നമ്മളോട് സംസാരിക്കുന്നില്ല. ചിലപ്പോൾ ചില ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ചെറിയൊരു ഫീസ് ഉണ്ട്, അത് ചെറിയൊരു പൈസ വരും, സർവീസ് ചാർജ് ഇത്ര പറയുള്ളൂ, അല്ലാതെ ഇത് എത്രത്തോളമാണ്, ഇത് എത്രത്തോളം നമ്മളെ ബാധിക്കും, നമ്മളെ പ്രോഫിറ്റിനെ ബാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ബോധേഡല്ല. ഇത് പിന്നെ ബോധേഡാവുക എപ്പോഴാച്ചെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു പീരിയഡ് കഴിഞ്ഞ് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് പൈസ ഉപകരിക്കാൻ വേണ്ടി നമ്മളത് തിരിച്ചെടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഈ ഒരു മുഖം നമ്മുടെ മുന്നിൽ ഭീകരമായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ പ്രത്യേകം ഒരു കാര്യം പറയാം. ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള വലിയൊരു ഒളിച്ചു വെച്ച ഒരു ചതി എന്ന് പറയാൻ പറ്റില്ല. ഇത് നിയമപരമായിട്ടുള്ളത് തന്നെയാണ്, ആരും നമ്മളെ പറ്റിക്കുന്നതല്ല. പക്ഷേ ഒളിച്ചു വെച്ച ഒരു ഫണ്ട് നമ്മുടെ അടുത്ത് പോകുന്ന, നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് പോകുന്ന ഒരു ഫണ്ട് എങ്ങനെ പോകാതിരിക്കാം, അല്ല നമുക്ക് അത് കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് അത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പറയുന്നത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് തരത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ വരും. ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ഫണ്ട്, ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫണ്ട്. രണ്ട് രീതിയാണുള്ളത്, റെഗുലർ ഫണ്ടും ഡയറക്റ്റ് ഫണ്ടും. എന്താണ് ഈ റെഗുലർ ഫണ്ട് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ഡയറക്റ്റ് ഫണ്ട് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ പണം, അതായത് നമ്മുടെ ഈ പറഞ്ഞ കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കറേജ് എന്നീ രൂപത്തിൽ തന്നെ കാറ്റഗറിയിൽ വരുന്ന ഈ എക്സ്പെൻസ്, നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും പോകുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളമാണ് ഒരു ഇൻവെസ്റ്റർക്ക് നഷ്ടം വരുന്നത് അല്ലെങ്കിൽ ലാഭം വരുന്നത്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ വിശദമായി ചെയ്യുന്നത്. അവസാനം വരെ കാണുക, നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ്, ഡയറക്റ്റ് ഫണ്ട്. ഡയറക്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഈ ഒരു ഓപ്ഷൻ, ഡയറക്റ്റ് ഫണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ലാൻഡ്, ഒരു ടൗണിൽ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് ലാൻഡ്, ഒരു പ്രോപ്പർട്ടി എന്തോ ആവട്ടെ, പ്രോപ്പർട്ടി വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഇതിന് ഏജന്റുമാരുണ്ടാവും. ഈ ഏജന്റുമാർ മുഖാന്തരം, ഈ ഏജന്റുമാരായിരിക്കും ചിലപ്പോൾ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഫ്രണ്ട്സ് മുഖാന്തരമോ അല്ലെങ്കിൽ പത്രപരസ്യം മുഖാന്തരമോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ നമ്മൾ അറിയിക്കുക, ഇങ്ങനെ ലാൻഡ് ഇന്ന സ്ഥലത്ത് കൊടുക്കാനുണ്ട്, ഒരു സിറ്റിയിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിനൊരു താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ഈ ബ്രോക്കർമാർ മുഖാന്തരം നമ്മൾ പോയിട്ട് ഈ ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കാം? ഈ ഒരു ലാൻഡിന് നമ്മൾ എത്രയാണ്, ഇപ്പം അതിൻ്റെ ഓർഡർ പറയുകയാണ്, ഇതിനൊരു
50 lakhs എന്നാണ് വില, പ്രോപ്പർട്ടിക്ക് വില എന്ന് പറയുകയാണെങ്കിൽ 50 ലക്ഷമാണ് ആ പ്രോപ്പർട്ടിക്ക് വില എന്നുണ്ടെങ്കിൽ ഈ ബ്രോക്കർമാർക്ക് ഒരു ഇത്ര പെർസെൻറ്റേജ് ഒരു കമ്മീഷൻ ആയിരിക്കും. അതൊരു 5%, 10%, അങ്ങനെ പല തരത്തിലായിരിക്കും ആ ഒരു കമ്മീഷൻ. ഓരോ ഏരിയയിലും ഓരോ ആളുകൾക്കനുസരിച്ചും ഓരോ ഫേമിനനുസരിച്ചിട്ടും മാറ്റം വരും. അപ്പോൾ നമ്മൾ ഈ ലാൻഡ് വാങ്ങുന്ന ആൾ, ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾ 50 ലക്ഷം കൊടുക്കുമ്പോൾ ഈ 50 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ് നമ്മുടെ ഈ ബ്രോക്കറേജും കൂടിയാണ്, കമ്മീഷനും കൂടിയാണ്. ഈ സ്ഥലം വിൽക്കാൻ ഈ വ്യക്തിയെ സഹായിക്കുന്നത് ആരൊക്കെയാണോ അവർക്കുള്ള കമ്മീഷനാണ്. ഈ വ്യക്തി ചിലപ്പോൾ നാട്ടിലുള്ള ആളായിരിക്കില്ല, അല്ലെങ്കിൽ ആ ഏരിയയിൽ പരിചയമുള്ള ആളായിരിക്കില്ല, അല്ലെങ്കിൽ കൂടുതൽ ആളുകളുമായിട്ട് ബന്ധമുള്ള ആളുകളായിരിക്കില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രോക്കർമാരെ സഹായം കൂടിയേ തീരൂ. ആളുകളെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഈ സ്ഥലത്തെത്തി ഈ സ്ഥലം അവർ വാങ്ങിക്കുക എന്നുള്ളത് ഈ ബ്രോക്കർമാരുടെ ഉത്തരവാദിത്തമാണ്. ആ ജോലി ചെയ്യുന്നതിന് അവർ കമ്മീഷൻ കൊടുക്കുന്നു. ഈ കമ്മീഷൻ കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതിലൊരു 50 ലക്ഷത്തിൽ 5 ലക്ഷം കമ്മീഷൻ പോയി തരുക, ബാക്കി 45 lakhs ആണ് ഓണർക്ക് കിട്ടുക. 50 ലക്ഷത്തിൽ 45 ഓണർക്ക് കിട്ടി, 5 ലക്ഷം കമ്മീഷൻ പോയി എന്ന് കരുതുക. എനിവേ നമ്മളിപ്പോൾ ഡയറക്റ്റ് ഈ ഓണറെ ഡയറക്റ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, കോണ്ടാക്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും ഈ ലാൻഡിൻ്റെ ഓണർ? കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഈ ലാൻഡ് ഓണർ ഇപ്പോൾ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഇതിലും ഹൈ പൊസിഷനിലായിരിക്കും. അവരെ കണ്ടു കിട്ടാനും നമുക്ക് സംസാരിക്കാനും ഡീൽ ഉറപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ നേരിട്ട് ഇദ്ദേഹത്തുമായി സംസാരിച്ച് നമ്മൾ ഈ ഒരു ഡീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മീഷനുള്ള പൈസ നമ്മൾ കാണേണ്ട ആവശ്യമില്ല, 5 ലക്ഷം കാണേണ്ട ആവശ്യമില്ല. ഈ 45 ലക്ഷത്തിന് നമുക്ക് ആ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. അപ്പോൾ 5 ലക്ഷം നമുക്ക് ലാഭം. ഈ ഒരു കാൽക്കുലേഷൻ മാത്രം ചിന്തിച്ചാൽ മതി. ഈ ഡയറക്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് എടുക്കുമ്പോൾ ഡയറക്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഡയറക്റ്റ് ഫണ്ട് എന്നുള്ളതിൻ്റെ ഉദ്ദേശം. പിന്നുള്ളത് റെഗുലർ ഫണ്ട്. റെഗുലർ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് തെറ്റായ ധാരണകൾ പലതും ഉണ്ട്. അപ്പം അത് ദൂരീകരിക്കണം. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. അറിഞ്ഞതിന് ശേഷം പലതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ നമ്മളൊരു ഏജന്റിനെ, ഇപ്പം ഈ പറഞ്ഞ പോലെ ബ്രോക്കർ, ഈ ഭൂമിക്ക് ലാൻഡിന് ബ്രോക്കർ എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ഏജന്റിനെ സമീപിക്കുകയാണ്. ഈ ഏജന്റിനെ സമീപിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ സമീപിക്കുന്ന ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് എന്താണെന്നെല്ലാം വിശദീകരിച്ച് അവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് അവരെ ഓരോരോ മ്യൂച്വൽ ഫണ്ടിൽ സെലക്ട് ചെയ്ത് തന്നുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പോൾ അതിന് അവർക്കൊരു ഇൻകം അവർക്ക് ജനറേറ്റ് ചെയ്യണം, അവർക്ക് ജീവിച്ചു പോകണം. അതിനൊരു മാർഗമാണത്, അവരുടെ ജോലിയാണ്, ജോബാണ്. അപ്പോൾ അവർക്ക് നമ്മൾ അവർ പറയുമ്പോൾ സാധാരണ ഗതിയിലൊരു 1% to 2%, 1% മുതൽ 2%-അകത്തൊക്കെയാണ് നമ്മൾ ഈ കമ്മീഷൻ വരിക. അപ്പോൾ ഈ റെഗുലർ, ഇപ്പം നമുക്ക് നേരിട്ട് ഇതിനെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ അത്രത്തോളം ആത്മവിശ്വാസമോ ഇല്ലാത്ത ആളുകൾ ഇതറിഞ്ഞുകൊണ്ട് ഈ 1% or 2% ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പണം, 1-ൻ്റെയോ 2-ൻ്റെയോ ഇടയിൽ വരുന്ന ഈ പണം കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യുന്നു. ഈ രീതിയാണ് റെഗുലർ ഫണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് ഡയറക്റ്റ്, ഒന്ന് റെഗുലർ, ഈ 2 രീതിയും നമുക്ക് സ്വീകരിക്കാം. ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു സങ്കല്പത്തിൽ ചിന്തിച്ചു നോക്കും. 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഡയറക്റ്റ് ഫണ്ടായിട്ട് നമ്മൾ നിക്ഷേപിക്കുന്നതും 1 ലക്ഷം രൂപ റെഗുലർ ഫണ്ടായി നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് മറ്റു കാര്യങ്ങളെല്ലാം പോട്ടെ, ഈ ഒരു എമൗണ്ട് വെച്ച് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 2% ആണ് കമ്മീഷൻ എന്ന് കരുതുക. കമ്മീഷൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പൈസ എത്ര ഉണ്ടാവുക? 1 ലക്ഷത്തിൻ്റെ 2% പോയി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും, ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ എടുക്കാൻ കഴിയും. ഇതെല്ലാം റിട്ടേൺ എടുക്കുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഈ ചാർജുകളും കാര്യങ്ങളൊക്കെ വരിക, അധിക രീതികൾ, അങ്ങനെ രീതിയാണ് എല്ലായിടത്തും ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ഈ 1 ലക്ഷത്തിൻ്റെ എത്ര 2% പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റിൽ എത്രയാണെന്നുള്ളതുണ്ടെങ്കിൽ അതിൽ നിന്നും ഈ 2% അവർ കമ്മീഷൻ പോയി കഴിഞ്ഞ് ബാക്കിയുള്ള പണമാണ് കിട്ടുന്നത്. പക്ഷെ നമുക്കിവിടെ റിസ്ക് കുറവാണ്. ഈ റിസ്ക് എടുക്കാൻ ഇവിടെ ഒരു ടീമുണ്ട്, ഏജൻസികളുണ്ട്.
നേരെ മറിച്ച് ഇവിടെ നമുക്ക് 1,00,000 ആണെങ്കിൽ പ്ലസ് എത്ര പെർസെൻറ്റേജ് അടിച്ചെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റും കാണിച്ചിട്ട് നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് കിട്ടും. നമുക്കിവിടെ അങ്ങനെ വേറെ ആരുമില്ല, നമ്മൾ ഡയറക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് കൂടും. ഇതാണ് കാര്യം. ഗുണവും ദോഷവും ഈ കാര്യത്തിലുണ്ട്, ഒന്നും തള്ളിക്കളയാൻ കഴിയില്ല. നമ്മുടെ ധൈര്യം പോലെ, നമ്മുടെ ആത്മവിശ്വാസം പോലെ, നമ്മുടെ അറിവ് പോലെ ഈ രണ്ടും നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് സ്വീകരിക്കാം. അപ്പം ഇനി ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്നിരുന്നു. ഇനിയും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഇങ്ങനെയുള്ള മേഖലകളെ കുറിച്ചുള്ള വീഡിയോകൾ തുടർന്നും കാണണം. ഈ വീഡിയോ കണ്ടു താല്പര്യമുണ്ട്, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.